നമസ്കാരം. 4 ന്യൂസിലേക്ക് സ്വാഗതം. നേതാക്കളും രാഷ്ട്രീയ നിരീക്ഷകരും ഉറ്റുനോക്കുന്ന മണ്ഡലങ്ങളിൽ ഒന്നാണ് ഹരിയാന. കർഷക പ്രക്ഷോഭവും BJP നേതാക്കളുടെ കൂടുമാറ്റവുമെല്ലാം ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്നുകൊണ്ടിരിക്കെ BJPക്ക് തിരിച്ചടിയുണ്ടാകുന്ന പല സംഭവങ്ങളുമാണ് ഹരിയാനയിൽ ഉണ്ടായിട്ടുള്ളത്. BJPക്ക് വോട്ട് ചെയ്യില്ലെന്ന് പറഞ്ഞ് കർഷകരും അവിവാഹിതരുടെയും തൊഴിൽ രഹിതരുടെയും കൂട്ടായ്മ അടക്കം രംഗത്ത് വന്നിരുന്നു. കടുത്ത പ്രതിഷേധമുണ്ടായ സാഹചര്യത്തിൽ BJPയുടെ റാലികൾ വരെ റദ്ദു ചെയ്യുകയുണ്ടായി. കൂടാതെ പല BJP നേതാക്കളും ഇന്ത്യ സഖ്യത്തിനൊപ്പം നിലയുറപ്പിച്ചു. ഇതൊക്കെ BJPക്ക് വലിയ തിരിച്ചടി നൽകുന്ന കാര്യങ്ങളാണ്. മോദി നേരിട്ടെത്തിയിട്ട് കൂടി ഒരു പ്രയോജനവും ഉണ്ടാകാൻ പോകുന്നില്ല എന്നത് വ്യക്തമായതാണ്. എന്നാൽ ഇന്ത്യ മുന്നണി വളരെ മികച്ച രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ സംസ്ഥാനത്ത്. ഹരിയാന ഇന്ത്യ സഖ്യം തൂത്തുവാരുമെന്നാണ് നേതാക്കൾ പറയുന്നത്. ഹരിയാനയിൽ 10ൽ 10 സീറ്റ് നേടുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് രാജ്യസഭാ എംപിയും റോഹ്തക്കിലെ ഇന്ത്യ മുന്നണി സ്ഥാനാർത്ഥിയുമായ ദീപേന്ദർ ഹൂഡ. BJP ഭരണത്തിൽ എല്ലാ വിഭാഗവും അസ്വസ്ഥരാണ്. റോഹ്തക് ഇത്തവണ വൻ ഭൂരിപക്ഷത്തിൽ തിരിച്ചുപിടിക്കുമെന്നും ദീപേന്ദർ പറഞ്ഞു. മുൻ മുഖ്യമന്ത്രി ഭൂപേന്ദർ ഹൂഡയുടെ മകനാണ് ദീപേന്ദർ. റോഹ്തക്കിൽ ഇന്ത്യ സഖ്യം വൻ മാർജിനിൽ ജയിക്കാൻ പോവുകയാണെന്ന് തങ്ങൾക്ക് ഉറപ്പുണ്ട്. എല്ലാ വിഭാഗവും പിന്തുണ നൽകുന്നുണ്ട്. പാവങ്ങളോടും കർഷകരോടും വനിതകളോടും സർക്കാർ ക്രൂരമായാണ് പെരുമാറുന്നത്. എല്ലാ വിഭാഗവും അസ്വസ്ഥരാണ്. കഴിഞ്ഞ തവണ റോഹ്തക്കിൽ 7000-ൽ പരം വോട്ടിനാണ് BJP ജയിച്ചത്. തങ്ങൾക്ക് 48% വോട്ട് കിട്ടി. BJPക്ക് 48.1%. പക്ഷേ ഇത്തവണ വൻ ഭൂരിപക്ഷത്തിൽ തങ്ങൾ ജയിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. BJPക്കെതിരെ നിൽക്കുന്ന കർഷകരടക്കം ഇന്ത്യ മുന്നണിക്കൊപ്പമാണ് ഇപ്പോൾ ഉള്ളത്. ജനങ്ങളുടെ വലിയ പിന്തുണ ഉള്ളത് കൊണ്ട് തന്നെയാണ് ഹരിയാനയിൽ നിന്ന് BJPയെ തുടച്ചു നീക്കുമെന്നും ഇന്ത്യ സഖ്യം ഭരണത്തിൽ വരുമെന്നും നേതാക്കൾ ഉറച്ചു പറയുന്നതും.